ദൈവസന്നിധി പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതൽ ചില വേദഭാഗങ്ങൾ താഴോട്ട് നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതലുള്ള വേദഭാഗങ്ങൾ. അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് ഒരു അടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി. അവൻ ആത്മാവിൽ ഞരങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവരെ വിട്ട് പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു. അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു. പടകിൽ അവരുടെ പക്കൽ ഒരു അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവരോട്, നോക്കുവിൻ, പരീശരുടെ പുളിച്ച മാവും ഹെരോദാവിൻ്റെ പുളിച്ച മാവും സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. നമുക്ക് അപ്പം ഇല്ലായ്കയാൽ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് യേശു അറിഞ്ഞ് അവരോട് പറഞ്ഞത്, അപ്പം ഇല്ലായ്കയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർക്കുന്നതുമില്ലയോ? 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു? 12 എന്ന് അവർ അവനോട് പറഞ്ഞു. 4000 പേർക്ക് 7 നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു? 7 എന്ന് അവർ അവനോട് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. മതി. പ്രൈസലോ. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ ഇതിനകത്തു നിന്ന് ആത്മീയ അന്ധത, സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആത്മീയ അന്ധത എന്നൊരു വിഷയത്തെയാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇവിടെ പരീശന്മാർക്ക് ഉണ്ടായ ആത്മീയ അന്ധതയും ശിഷ്യന്മാർക്കുണ്ടായ ആത്മീയ അന്ധതയും ആമേ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പരീശന്മാര് യേശു കർത്താവിനോട് ചോദിക്കുകയാണ്, നീ ഒരു അടയാളം കാണിക്കണം. ആ സമയത്ത് അതിന് തൊട്ട് മുമ്പിലുള്ള സംഭവം നമുക്കറിയാം. ഒരു വലിയ അത്ഭുതം കർത്താവ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും അടയാളം ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിൽ കർത്താവ് ഞരങ്ങി എന്നാണ് അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അടയാളങ്ങളൊന്നും കർത്താവ് അവിടെ ചെയ്തില്ല. വീണ്ടും അവർ യാത്ര ചെയ്യുകയാണ്. ശിഷ്യന്മാർ കൂടെയുണ്ട്. ഇവരുടെ മനസ്സിനകത്തുള്ള ചിന്ത അപ്പം എടുത്തില്ല. ആമേൻ, പ്രൈസലോ. എന്തു ഭക്ഷിക്കും എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ പോകുകയാണ്. അപ്പോൾ കർത്താവ് ഇവരുടെ ഹൃദയത്തിൻ്റെ നിരൂപണം അറിഞ്ഞിട്ട് ആമേനോട് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ടിട്ട് ആമേൻ ഗ്രഹിക്കുന്നില്ലയോ? കേട്ടിട്ട് ഗ്രഹിക്കുന്നില്ലയോ? പ്രൈസലോ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് നിങ്ങൾക്കറിയത്തില്ലയോ? 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചത് നിങ്ങൾക്കറിയത്തില്ലയോ? നിങ്ങൾ ഇപ്പോഴും ഗ്രഹിക്കുന്നില്ലയോ? പ്രൈസലോ. ഹല്ലേലൂയ. യേശു കർത്താവ് അവിടെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആമേൻ, കർത്താവ് ആമേൻ അവരുടെ കൂടെ നടന്നിട്ടും കർത്താവ് അവരുടെ മധ്യത്തിങ്കൽ അത്ഭുതം ചെയ്തിട്ടും അത്ഭുത വിഷയത്തെ അവർ കൈകാര്യം ചെയ്തിട്ടും അവർക്ക് ആ ക്രിസ്തുവിനെ വെളിപ്പാടോടെ അവരുടെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ പലതിനെ ചൊല്ലി ആകുലപ്പെട്ടിരിക്കുകയാണ്. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് വചനത്തിന് വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ആമേ, ക്രിസ്തു ആമേ ക്രൂശിൽ തന്നെ തന്നെ വരച്ച് കാണിച്ചിരിക്കെ, ഹല്ലേലൂയ, തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കെ, ആ കർത്താവിനെ നമുക്ക് ആ വെളിപ്പാടോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇന്നും ആത്മീയ അന്ധതയ്ക്കകത്ത് ആയിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഒരു വിഷയത്തെ ആമേനൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ആമേ ശ്രമിക്കുന്നത്. പ്രൈസലോ. ആമേൻ. അതിനുവേണ്ടി വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. അതിൻ്റെ 5-ാമത്തെ വേദഭാഗം. പ്രൈസലോ. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചം ആയിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ലോകത്തിനോ അവനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് കടന്നു വന്നു,
സ്വന്തക്കാർക്ക് അവനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്താണ് ആത്മീയ അന്ധത എന്ന് പറയുന്നത്? ആത്മീയ അന്ധത എന്ന് പറയുന്നത് വെളിച്ചം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടും ആ വെളിച്ചത്തെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ്. പ്രൈസലോ. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, കർത്താവിനെ നമ്മുടെ ആത്മാവിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആത്മീയ അന്ധത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈസലോ. നമുക്ക് വീണ്ടും ചില വാക്യങ്ങൾ കൂടെ വായിക്കാം. റോമാലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വേദഭാഗം. റോമാലേഖനം 1-ന്റെ 18-ാമത്തെ വേദഭാഗം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അപ്പൊ ദൈവത്തെ കുറിച്ച് ദൈവം എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. എങ്ങനെ വെളിപ്പെടുത്തി? പ്രവർത്തികളാൽ വെളിപ്പെടുത്തി. പ്രൈസലോ. 21-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. പ്രൈസലോ. അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവം തൻ്റെ നിത്യ ശക്തിയും ദിവ്യത്വവുമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ദൈവം തൻ്റെ പ്രവൃത്തിയാൽ വെളിപ്പെടുത്തി. പ്രൈസലോ. ദൈവത്തെ കുറിച്ച് അവരറിഞ്ഞിട്ടും ദൈവം എന്നോർത്ത് മഹത്വം കൊടുക്കാൻ കഴിയാതെ അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായിട്ട് തീർന്നു. നിരൂപണങ്ങളിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കാതിരുന്നു എന്നുള്ളതാണ് വചനം പറയുന്നത്. പ്രൈസലോ. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു വശത്ത് ദൈവം തൻ്റെ ദിവ്യ ശക്തിയെ തൻ്റെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുകയാ, മറുവശത്ത് മനുഷ്യ ജ്ഞാനി എന്ന് ചിന്തിച്ചിട്ട് അവന്റെ നിരൂപണങ്ങളിൽ ആ ദൈവത്തെ തിരസ്കരിച്ച് കളയുന്നതാണ് വചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. വെളിച്ചമാകുന്നവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. വെളിച്ചമാകുന്ന ദൈവം തന്നെ തന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസലോ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജ്ഞാനം കൊണ്ട്, അവന്റെ നിരൂപണങ്ങൾ കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയാതെ അവൻ ആ ദൈവത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് വചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ആത്മീയ അന്ധത എന്ന് പറയുന്നത്? ആത്മീയ അന്ധത എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവത്തെ നമ്മുടെ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട്, നമ്മുടെ നിരൂപണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പ്രൈസലോ ആ ഹൃദയത്തിനകത്ത് അത് മനസ്സിലാക്കാൻ കഴിയാതെ ഇരുള് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. പ്രൈസലോ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? പ്രൈസലോ. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് നമ്മുടെ ശരികളിൽ നമ്മൾ മുറുകെ പിടിക്കാറുണ്ട്. പ്രൈസലോ. എൻ്റെ ചിന്ത ശരിയാ. പ്രൈസലോ. എൻ്റെ നിരൂപണം ശരിയാ. പ്രൈസലോ. ഹല്ലേലൂയ. ദൈവം ഒരു വശത്ത് തന്നെ വെളിപ്പെടുത്തുമ്പോൾ മനുഷ്യൻ തൻ്റെ നിരൂപണങ്ങൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മുറുകെ പിടിക്കുന്നു. പ്രൈസലോ. അങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ആ ദൈവിക സാരാംശത്തെ ജീവിതത്തിനകത്ത് സ്വീകരിക്കാൻ കഴിയാതെ മനുഷ്യന്റെ ജീവിതം ഓരോ ദിവസവും ഇരുളിൽ നിന്ന് ഇരുളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസലോ. വചനം ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസലോ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റൊരുവന്റെ ആത്മീയ ജീവിതത്തിനകത്ത് അതൊരു ബുദ്ധിമുട്ടായി തീരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ മുമ്പിൽ നമ്മുടെ ആ ശരി
ചെയ്യരുതെന്നാണ് വചനം പറയുന്നത്. പ്രൈസലോ. ഒന്നും കൂടെ വ്യക്തമായി ഞാൻ പറയട്ടെ. തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു, മാംസാഹാരികളും പ്രൈസലോ സസ്യാഹാരികളും അല്ലെങ്കിൽ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകളും ഹല്ലേലൂയ നോൺ വെജ് കഴിക്കുന്ന ആളുകളും പ്രൈസലോ. പുതുതായി വന്ന വിശ്വസിക്കുന്നത് പ്രൈസലോ മാംസാഹാരം കഴിക്കുന്ന തെറ്റാണെന്നാണ്. അങ്ങനെയെങ്കിൽ മാംസാഹാരം കഴിക്കുന്ന നീ എന്ത് ചെയ്യരുത്? അവന്റെ മുമ്പിൽ അത് ഭക്ഷിക്കരുത്, അവന്റെ വിശ്വാസത്തിന് അത് വിഘ്നമാക്കി തീർക്കരുത് എന്നാണ് വചനം പറയുന്നത്. പ്രൈസലോ. അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. പ്രൈസലോ. ഇന്നത്തെ സാഹചര്യത്തിൽ അത് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? എന്റെ ശരി ഒരുപക്ഷെ മറ്റൊരുവന്റെ വിശ്വാസത്തിന് കോട്ടം വരുത്തുന്നതാണെങ്കിൽ ദൈവസന്നിധിയിൽ ആ ശരി എന്ത് ചെയ്യണം? എന്റെ നിരൂപണം എന്ത് ചെയ്യണം? ഞാൻ മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ ഹിതത്തിലേക്ക് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടവരണം. ഞാൻ എപ്പോഴും എൻ്റെ ശരിയിൽ മുറുകെ പിടിച്ചിരിക്കുന്നുവെങ്കിൽ, എൻ്റെ ആശയങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുന്നുവെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? ഞാൻ ആത്മീയ അന്ധതയിലേക്ക് പലപ്പോഴും വീണു പോകുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വെളിച്ചം എൻ്റെ ജീവിതത്തിനകത്ത് പ്രകാശിക്കാതെ പോകുകയാണ്. പ്രൈസലോ. എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്താ ആത്മീയ അന്ധത എന്ന് പറയുന്നത്? വെളിച്ചം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, ആ വെളിച്ചത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നു, എന്നാൽ ആ ദൈവത്തെ നമുക്ക് ഹൃദയത്തിനകത്ത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ ചിന്തകൾ ആ ദൈവിക വെളിപ്പാടിന് എതിരായിട്ട് നിൽക്കുകയാണ്. പ്രൈസലോ. ഇന്ന് പകൽക്കാല ദൈവമക്കളെ സങ്കീർത്തനത്തിലൂടെ കേട്ടതുപോലെ നമ്മുടെ ഹൃദയത്തിനൊരു പരിച്ഛേദന ഏൽക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുവാൻ നമ്മൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ ഇരുൾ നിറഞ്ഞ സാഹചര്യത്തിനകത്ത് ആ വെളിച്ചം വെളിപ്പെടുവാൻ ഇടവരുമെന്നാണ് വചനം ശക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസലോ. ഒരു വാക്യം കൂടെ വായിക്കുക. എഫേസ്യ ലേഖനത്തിലേക്ക് വന്നാട്ടെ, 4-ാമത്തെ അധ്യായം അതിന്റെ 17 മുതലുള്ള വേദഭാഗങ്ങൾ. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പ്രൈസലോ. മക്കളെ അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? പ്രൈസലോ. അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം പ്രൈസലോ ആ കർത്താവിനെ വിശ്വാസത്തിൽ സ്വീകരിക്കാൻ കഴിയാതെ അശുദ്ധിയിൽ ദുഷ്കാമത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കർത്താവിനെ അറിയുകയും കർത്താവിനെ വിശ്വസിക്കുകയും ചെയ്ത് പുതു മനുഷ്യരായി നമ്മൾ തീർന്നിരിക്കുമ്പോൾ ഇനി അശുദ്ധിയിലും ദുഷ്കാമത്തിലും അല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറിച്ച് വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നത്. പ്രൈസലോ. ആത്മീയ അന്ധത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു എന്ന ആ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഹൃദയ കാഠിന്യമുള്ള ഇടത്തേക്ക് കടന്നു വന്ന് ആ ഹൃദയത്തെ പ്രൈസലോ അതിനെ ഒന്ന് പ്രൈസലോ ശുദ്ധീകരിച്ചിട്ട്, ഹല്ലേലൂയ, പ്രൈസലോ അതിനെ ഒന്ന് പരിച്ഛേദന ചെയ്തിട്ട്, ഹല്ലേലൂയ, ഒരു രൂപാന്തരം വരുത്തിയിട്ട്, ഒരു പുതുക്കം വരുത്തിയിട്ട്, പ്രൈസലോ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ അധിവസിച്ചിട്ട് ആ വെളിച്ചം നമ്മളിലേക്ക് തന്നിട്ട് നമ്മളോട് പറയുക, ഇനി അശുദ്ധിയിലല്ല ജീവിക്കേണ്ടത്, ഇനി വിശുദ്ധിയിലാണ് ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇന്നും അശുദ്ധിയുടെ പിന്നാലെ നമ്മൾ പോകുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രൈസലോ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ ഇന്നും
ഇന്നും ഇരുട്ടിനകത്താണ്. ഹല്ലേലൂയ. ഇരുളിന്റെ തടവറയിലാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അശുദ്ധി വിട്ട് വിശുദ്ധിയിലേക്ക് ദൈവജനം അമ്മ കടന്നു വരുവാൻ ഇടവരണം. അത് ദൈവം നമ്മളിൽ നിന്ന് ഇന്നു പകൽക്കാലം ആഗ്രഹിക്കുന്ന ആത്മീയ സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിന്റെ മഹിമയെ വിട്ട് താണലോകത്തിലേക്ക് എൻ്റെ കർത്താവ് ഇറങ്ങി വന്നുവെങ്കിൽ അവന് ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവന് വിശ്വസിച്ച നമുക്ക് വെളിച്ചമായി തീർന്നു. ഹല്ലേലൂയ. വെളിച്ചം വന്നപ്പോൾ ഇരുളിന് ആ വെളിച്ചത്തെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല. വെളിച്ചം അവിടെ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അശുദ്ധി മാറി വിശുദ്ധി വന്നു. ഹൃദയ കാഠിന്യം മാറി മാംസളകമായ ഹൃദയം ദൈവം തന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ തള്ളിക്കളഞ്ഞ ആമേൻ ഇരുളിനെ സ്നേഹിച്ച ജീവിത സാഹചര്യത്തിൽ നിന്ന് ആമേൻ യേശു കർത്താവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ച് വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് പറയുക, നമ്മുടെ നിരൂപണങ്ങളിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടെ ഇഷ്ടങ്ങളിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് കൊടുത്ത് വിശുദ്ധിയിൽ വേർപാടിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയണമെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാല ശക്തമായി നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് അശുദ്ധി എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു തിന്മയിലേക്ക് വീണു പോകുമ്പോൾ ആ തിന്മ ആമേ പ്രൈസലോ ആരും വിരൽ ചൂണ്ടി കാണിച്ചില്ല എന്ന് വിചാരിക്കുക. പ്രൈസലോ ആമേ പ്രൈസലോ തിന്മ ചെയ്തിട്ടും കർത്തൃമേശ എടുത്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഈ തിന്മ ആവർത്തിക്കുവാൻ നമ്മുടെ ജീവിതത്തിനകത്തൊരു പ്രലോഭനം ഉണ്ടാകും. പ്രൈസലോ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, വെളിച്ചം മാറിയിട്ട് ഇരുളിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ മാറിപ്പോകുന്ന ഒരു സാഹചര്യം. പ്രൈസലോ ദൈവമക്കളെ, ആമേൻ, നമ്മുടെ ജീവിതത്തെ അശുദ്ധിയിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അത് ഇരുളിൻ്റെ വാസസ്ഥലമായി മാറാതിരിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി വെളിപ്പെട്ട നല്ലവനായ കർത്താവിൻ്റെ ഹല്ലേലൂയ ആ വലിയ സ്നേഹത്തെ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്ന ദൈവമക്കളെ, ആ ഇരുളും നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ ആ വെളിച്ചമൊന്ന് വെളിപ്പെടുവാൻ എൻ്റെ ദൈവത്തോടൊന്ന് അപേക്ഷിക്കുക, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഹൃദയമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അശുദ്ധി നമ്മുടെ ജീവിതത്തിനകത്ത് വസിക്കുവാൻ അനുവദിക്കരുത്. കുടുംബ ജീവിതത്തിനകത്ത് വിശുദ്ധി ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിന് പുറത്ത് ഉള്ള ബന്ധങ്ങളിൽ വിശുദ്ധി ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ആമേ സഭയ്ക്കകത്തിരിക്കുമ്പോൾ എങ്ങനെ വിശുദ്ധരായിരിക്കുന്നുവോ അതുപോലെ നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ മധ്യത്തിൽ ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയണം. പ്ലീസ്. പലപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ ലാഘവത്തോടെ കണ്ടിട്ട് ഒരു ഞായറാഴ്ച വന്ന് കൈയടിച്ച് പാട്ടുപാടി ആമേൻ ദൈവനെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞു പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്നും ഒരു ആത്മീയ അന്ധതയുടെ നടുവിലാണോ നമ്മളായിരിക്കുന്നത്, അതോ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ആ വെളിച്ചം പ്രകാശിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയമായി നമ്മുടെ ജീവിതത്തോട് ഇന്ന് പകൽക്കാലം ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ന്യായവിധി? ന്യായവിധി എന്ന് പറയുന്നത് വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. ആരാ വെളിച്ചം? വെളിച്ചം യേശു കർത്താവ്. ഹല്ലേലൂയ. ആ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നിട്ട് ആമേ മനുഷ്യർ ആ വെളിച്ചത്തെ സ്നേഹിച്ചില്ല. എന്തിനാ സ്നേഹിച്ചത്? ഇരുളിനെയാ സ്നേഹിച്ചത്. അവിടെയാ ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആലോചന നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, വെളിച്ചം
വെളിച്ചം ആമേൻ നമ്മുടെ ഹൃദയത്തെ പ്രകാശിക്കുവാൻ, നമ്മളെ വഴി നടത്തുവാൻ, നമ്മളെ നിത്യതയിലെത്തിക്കുവാൻ ആമേൻ ഈ ലോകത്തിലേക്ക്, താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസലോ, അത് നമ്മുടെ അരുമനാഥനായ കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവ് വെളിച്ചമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടോ ആ വെളിച്ചത്തെ സ്നേഹിക്കാൻ കഴിയാതെ ഇരുളിന്റെ പിന്നാലെ പോകുന്ന ദൈവമക്കളോട് വചനം പറയുക. അതാണ് ന്യായവിധി എന്ന് പറയുന്നത്. പ്രൈസലോ, ഇന്ന് പകൽക്കാലം ഹൃദയംഗമായി പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുകയാ, നമ്മുടെ കർത്താവിനെ ആഴമായി സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അതോ നമുക്ക് ലോകത്തെയാണോ സ്നേഹം? നമുക്ക് പാപത്തോടാണോ സ്നേഹം? നമുക്ക് പ്രലോഭനങ്ങളോടാണോ സ്നേഹം? നമ്മൾ ലോകത്തിന്റെ വഴികളോടാണോ സ്നേഹം? പ്രൈസലോ, ഹല്ലേലൂയ. ഞാൻ ഇതിനു മുമ്പ് ശുശ്രൂഷിച്ച ഒരു ദൈവസഭയിൽ ഒരു ആന്റി വന്ന് പറഞ്ഞു, വീട്ടിൽ ഒരു വേലക്കാരിയെ പോലും നിർത്താൻ പറ്റാത്ത സാഹചര്യം ആവാശ്രയ. പ്രൈസലോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? സ്തോത്രം. ആമേ പാപത്തെ ആമേ പ്രൈസലോ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന അനുഭവം. സ്തോത്രം. നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച് കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് നമ്മെ സ്നേഹിച്ച ആ കർത്താവിന്റെ സ്നേഹത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോ, ആ വെളിച്ചം നമ്മുടെ മുമ്പിൽ ആമെ വെളിപ്പെട്ട് നിൽക്കുമ്പോ, ആമൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയമായി നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുകയാ, ഇരുളിന് അവസരം കൊടുത്തുകൊണ്ട് ജീവിക്കുകയാണോ, അതോ വെളിച്ചം നമ്മുടെ ജീവിതത്തെ പ്രകാശിക്കുക ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ? ഹല്ലേലൂയ, സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 41 കൂടെ വായിക്കാം. പ്രൈസ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വേദഭാഗം. പ്രൈസ്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. യെരൂശലേമിലെ സമാധാനത്തിന് വേണ്ടി വെളിപ്പെട്ട മശിഹയെ ഇസ്രായേല് എന്ത് ചെയ്തില്ല? തിരിച്ചറിഞ്ഞില്ല. മശിഹയെ തിരിച്ചറിഞ്ഞില്ല. പ്രൈസ്. അവരുടെ കണ്ണുകൾ അന്ധതയിലായിരുന്നു. അതുകൊണ്ട് അവരുടെ ഭാവിയിൽ സംഭവിച്ച കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകൂരി നിന്നെ വളഞ്ഞ് നാലു പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരുമെന്ന് യെരൂശലേമിനോട് കർത്താവ് പറയുക. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ വചനത്തിന് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ള ദൈവമക്കളെ, നമുക്ക് സമാധാനമായി ഭൂമിയിലേക്ക് കടന്നു വന്ന അരുമനാഥനായ കർത്താവിനെ, ഹല്ലേലൂയ, ആമേ പ്രൈസ്, ആ സമാധാനത്തിന്റെ ഉടമയെ, ആ വെളിച്ചത്തിന്റെ ഉടമയെ, ജീവന്റെ ഉടമയെ, ആ കർത്താവിനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ആമേ ലോകം നമ്മളെ ഞെരുക്കുകയാ, ശത്രു നമ്മളെ ഞെരുക്കുകയാ, നമ്മുടെ അനുഗ്രഹങ്ങളെ ഞെരുക്കുകയാ, നമ്മുടെ സന്തോഷത്തെ ഞെരുക്കുകയാ, നമ്മളിലുള്ള വിടുതലുകളെ ഞെരുക്കുകയാ. ഇന്ന് പകൽക്കാലം ആ ഞെരുക്കം മാറി ഒരു ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക, എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ എത്ര പേര് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ ഹൃദയത്തിലെ ചിന്ത അപ്പെടുത്തില്ല. സോദരം എന്ത് ഭക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? സ്തോത്രം. ഈ വെളിച്ചം ഹൃദയത്തിനകത്ത് വന്നാൽ ഒന്നിനെ കുറിച്ചും ദൈവമക്കൾ ഭാരപ്പെടുത്തില്ല. ശൗലിന്റെ ജീവിതത്തിനകത്ത് ഈ വെളിച്ചം വന്നപ്പോൾ, സ്തോത്രം, അതുവരെ ശൗലിനുണ്ടായിരുന്ന ഐഡിയോളജി ഒക്കെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തി വെച്ചു. പ്രൈസ് ദി ലോർഡ്. വെളിച്ചം വന്നപ്പോ പിന്നെ യഹൂദ മതത്തെ അല്ല ഉയർത്തിയത്, യേശു തന്നെ ക്രിസ്തു എന്ന് ഉയർത്തി. സ്തോത്രം. അകത്ത് വെളിച്ചം ഉണ്ടെങ്കിൽ നമ്മൾ വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിനെ ആയിരിക്കും. സ്തോത്രം. അതുവരെ ശൗല് വെളിപ്പെടുത്തി തന്നെയായിരുന്നു, തൻ്റെ ആ മതബോധത്തെയാണ് വെളിപ്പെടുത്തിയത്, തൻ്റെ തീഷ്ണതയാണ് വെളിപ്പെടുത്തിയത്, തനിക്ക് ലോകപ്രകാരം നേടിയ അറിവുകളെയാണ് വെളിപ്പെടുത്തിയത്,
തന്റെ കുടുംബ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തിയത്, തന്റെ റോമൻ പൗരത്വമാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ അതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണിയിട്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വെളിപ്പെടുത്തുന്ന നമ്മളെ ആണെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ഔട്ട്ലുക്കിൽ വ്യത്യാസം വന്നാൽ നമ്മുടെ ഔട്ട്ഫിറ്റിൽ വ്യത്യാസം വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ ഔട്ട്ലുക്കിനകത്ത് വ്യത്യാസം വന്നാൽ നമ്മുടെ ഔട്ട്ഫിറ്റിനകത്ത് എന്ത് വരും? വ്യത്യാസം വരും. പ്രൈസ് ദി ലോർഡ്. ശൗലിനെ സംബന്ധിച്ചിടത്തോളം അതുവരെ താൻ പുകഴ്ത്തി പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ക്രിസ്തുവുമായിട്ട് അഭേദ്യമായ ബന്ധത്തിലേക്ക് കടന്നു വന്നപ്പോ ശൗല് പറയുക, ഇതെല്ലാം ചപ്പാണ്, ചവറാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് എന്റെ കർത്താവിന്റെ പിന്തുടരണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? നമ്മൾ പലതിനെ കുറിച്ച് ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ ആകുലത എങ്ങനെയൊന്ന് തീരുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ ഇതാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്രയോ വട്ടം, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തില്ലേ? എത്രയോ വട്ടം, ഹല്ലേലൂയ, വിടുതലിന്റെ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്തില്ലേ? ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഈ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അശുദ്ധി മാറി വിശുദ്ധി വരും. ഈ വെളിച്ചം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരുമ്പോ നമ്മുടെ സ്വയം മാറി കർത്താവിനെ നമ്മൾ ഉയർത്തുന്നവരായി തീരും. ഈ വെളിച്ചം നമ്മുടെ അകത്തേക്ക് കടന്നു വരുമ്പോ പ്രൈസ് ദി ലോർഡ്, ആത്മാവിൽ നിറയപ്പെട്ടവരായി പ്രൈസ് ദി ലോർഡ്, യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷികളായി നമ്മൾ നിൽക്കുവാൻ ഇടവരുമെന്ന ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിനൊരു പരിച്ഛേദന ഏൽക്കട്ടെ. ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് അധിവസിക്കട്ടെ. ദൈവത്തിന്റെ സന്നിധി പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ സമർപ്പിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവം തന്നെ വെളിപ്പെടുത്തി. യേശു കർത്താവ് ഭൂമിയിലേക്ക് വെളിച്ചമായി കടന്നു വന്നു. നമ്മളോട് ദൈവത്തിന്റെ ആത്മാവിനെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ദൈവമക്കളെ, ഈ ലോകപ്രകാരം നേടിയ ജ്ഞാനമുണ്ട്, അറിവുണ്ട്. നിരൂപിക്കുവാനും സങ്കല്പിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തെ മനസ്സിലാക്കാൻ ഇതെല്ലാം അപര്യാപ്തമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ആത്മാവിലല്ലാതെ എനിക്കതിനെ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. അതിനെന്റെ ഹൃദയത്തിന് പരിച്ഛേദന വേണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് മാത്രമേ ആ ദൈവം എന്ന വെളിപ്പാടിനെ ജീവിതത്തിനകത്ത് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ ആലോചന വ്യക്തമായി വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ പല ശരികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശരികൾ മറ്റൊരുവന്റെ വിശ്വാസത്തെ ഖനിക്കുന്നതാകരുത്. ഹല്ലേലൂയ. എൻ്റെ ഹല്ലേലൂയ ഔട്ട്ലുക്കുകൾ, എൻ്റെ ചിന്താമണ്ഡലങ്ങൾ, എൻ്റെ ചിന്താഗതികൾ ഒരുവന്റെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുന്നതാകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കേണ്ടത്, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കർത്താവിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താലേ ചിലരുടെയൊക്കെ മധ്യത്തിൽ എൻ്റെ കർത്താവിനെ പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവിനെ ചോദിക്കാനുള്ളത്, ആ കാൽവറി ക്രൂശിൽ കർത്താവ് മരിച്ചതും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും ആ സുവിശേഷം ഒരുവനെ മാനസാന്തരപ്പെടുത്തുന്നതിന് അപര്യാപ്തമാണോ? സ്തോത്രം. അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും കാര്യം കൂടെ ചെയ്താലേ ആ സുവിശേഷം ഒരുവന്റെ ഹൃദയത്തിൽ എത്തുകൊള്ളുന്നാണോ? പ്രൈസ് ദി ലോർഡ്. തെറ്റ്. പ്രൈസ് ദി ലോർഡ്. കാൽവറിയിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ച ആ യാഗം എന്ന് പറയുന്നത് സകലത്തെയും നിയന്ത്രിക്കുവാൻ, സകലത്തെയും രൂപപ്പെടുത്തുവാൻ, സകലത്തെയും നിത്യതയിൽ എത്തിക്കുവാൻ പര്യാപ്തമാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനെൻ്റെ വലിയ പ്രസംഗത്തിന്റെ ചാരുതയൊന്നും വേണ്ട, എൻ്റെ പാട്ടിന്റെ ചാരുത വേണ്ട, എൻ്റെ അപ്പിയറൻസിന്റെ വ്യത്യാസം വേണ്ട. ഞാൻ എങ്ങനെയാണോ എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ അതുപോലെ തന്നെ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ പ്രസന്റ് ചെയ്യുവാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ, എന്നിലൂടെ എൻ്റെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നുവെങ്കിൽ, ആ സുവിശേഷത്തിന് ഏതൊരു മനുഷ്യനെ രൂപപ്പെടുത്തുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.
ഞാൻ വലിയ വിലവെടുപ്പുള്ള ഡ്രസ്സ് ധരിച്ച് എന്നെ തന്നെ ലോകത്തിന് മുമ്പിൽ വലുതായിട്ട് പ്രദർശിപ്പിച്ചിട്ട് ഇന്ന ആളുകളുടെ അടുത്ത് ചെന്നാലേ സുവിശേഷം അവർക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല സ്തോത്രം. ഞാനൊന്നും അല്ലെന്ന് സ്തോത്രം. ഞാൻ പറയുന്ന സുവിശേഷമാണ് മഹത്വമുള്ളത്. ഞാനൊന്നുമല്ല, ഞാൻ പറയുന്ന ക്രിസ്തുവാണ് വലിയവൻ. ആമേൻ. ഇന്ന് പകൽക്കാലം എൻ്റെ അപ്പിയറൻസ് ഒന്നുമല്ല ദൈവത്തിന് വിഷയം, മറിച്ച് എന്നിലൂടെ വെളിപ്പെടുന്ന ക്രിസ്തുവാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തോട് ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ദൈവമക്കളെ, ആമേൻ, ഇരുളല്ല നമ്മൾ വസിക്കേണ്ടത്, വെളിച്ചം നമ്മളിൽ വസിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം.